ഹായ് അസ്സലാമു അലൈക്കും. എന്താ പാട്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്ന് ചിരട്ടമാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് 4 മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു 3 ഏലക്കായ എടുത്തിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദയും പഞ്ചസാരയും എടുത്തിക്കണം. ഇനി ആ മുട്ട ഒക്കെ മിക്സിൻ്റെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കണം. അതുപോലെ അതിലേക്ക് ഞാൻ ആ ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 4 മുട്ടയ്ക്ക് 4 സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നുള്ളു ഉപ്പും അതുപോലെ ഒരു നുള്ളു അപ്പസോഡയും ഒന്ന് ചേർത്ത് കൊടുത്തിക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങൾക്കൊക്കെ ചായക്കടി ഒന്നും ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് മൈദ ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നാകെ ഒരു ട്രിപ്പിൽ തന്നെ മൈദ ഒന്നാകെ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് കട്ട കുത്തിക്കാണ്ടാവും. പിന്നെ അത് ഓവർ കട്ടി കൂടാനും പാടില്ല, എന്നാൽ കട്ടി കുറയാനും പാടില്ല എന്നൊരു അവസ്ഥയിലാണ്. വേറൊരു വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കില്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും പാടിക്ക മൈദൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും പാടിക്ക മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടോ. കട്ടൊന്നുമില്ലാത്ത ഇതിൽ നല്ല മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിക്കണം കേട്ടോ. ഇത് ഈ രൂപത്തിലാണ്. ഇതിനേക്കാളും കട്ടി കൂടാനും പാടില്ല, ഇതിലേക്കാളും കട്ടി കുറയാനും പാടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ. ഇതൊന്ന് മൈദൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതിന് ശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. നല്ലത് കറക്റ്റ് ഇതിൽക്കനെ ഒന്നായി കിട്ടിയിരിക്കണം. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഈ കവറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ചിറ്റിച്ചെടുക്കുന്നത്. ഞാൻ ആ കവറ് ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി അതിലേക്ക് ഞാൻ ഈ മൈദൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിരട്ടയിൽ വെച്ചിട്ട് അതുപോലെ നമ്മൾ നാളുണ്ടല്ലോ മണ്ണെണ്ണ ഒഴിക്കാൻ പണ്ടൊക്കെ എത്തിയിരുന്ന അതിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഈ കവറ് ഇത് മൈദപ്പുറത്തേക്ക് ലൂസാവാതിരിക്കാൻ ഡബ്ബർ ഇട്ടൊന്ന് മുറുക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ തലപ്പൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിക്കണം. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് ചിറ്റിച്ചെടുക്കാൻ. ഇതിൻ്റെ ഹോൾസ് നല്ല വലിപ്പം കൂടാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ചിറ്റിയതിന് ശേഷം ഇടയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിട്ട് കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇത് എതളായിട്ട് ഇങ്ങനെ മറിഞ്ഞു പോകും. ഇതുപോലെ ആകുമ്പോൾ പിന്നെ ഇങ്ങോട്ട് വിട്ടു പോരില്ല. ഇപ്പോൾ തീ ഓവർ കൂടുതലാവാനും പാടില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിലേ തീ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഭാഗം മൂത്തപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിക്കണം. വേഗമായി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല സോഫ്റ്റുമാണ് സംഭവം. ഇനി ഇത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. ഇനി ഒന്നും പാടെ ചിറ്റിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഹോൾസ് വലുതായാൽ ഇത് കാണാനൊരു മട്ടം ഉണ്ടാവില്ല കേട്ടോ. ഇതേ രൂപത്തിൽ ഇങ്ങനെ ഒരു ചെറുതും അല്ല എന്നാൽ വലുതും അല്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് നിർത്താൽ മതി. ഇനി ഇത് ഒരു ഭാഗം മൂത്തിട്ട് അതുപോലെ തന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.